ഒരു പ്രാവശ്യം നിങ്ങൾ കുടുങ്ങി കിടക്കുമായിരുന്നു, അതിൽ നിന്ന് ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? രക്ഷിച്ചു, വിടുവിച്ചു. നോക്കിക്കേ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട നമ്മൾ ഓർത്തോണം, രക്ഷിക്കപ്പെടാത്തവനുമായിട്ട് അവിശുദ്ധ ബന്ധങ്ങൾക്ക് പോയാൽ, ഇത് ഞാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്നു, നിങ്ങൾ എവിടോട്ടാ പിന്നെ പോന്നെ? നുകത്തിൻ കീഴിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പോകുക. പിശാച് നിങ്ങളുടെ പുറത്ത് കൊണ്ട്, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു ഈ നുകം വെക്കുന്ന കാളയുടെ പുറത്താ അല്ലേ? ഈ നുകം എന്തിനാ വെക്കുന്നത്? പ്രായമുള്ളവർക്കൊക്കെ അറിയാം, പിള്ളേർക്ക് അത്രത്തോളം അറിയത്തില്ല. നുകം എന്തിനാ വെക്കുന്നത്? കൺട്രോൾ ചെയ്യാൻ ഇല്ലേ? ആ, അപ്പൊ ഈ യോക്കിനകത്ത് രണ്ട് സാധനം ഇങ്ങനുണ്ട്. പണ്ട് തടിയുടെയാ, കിഴിച്ചിങ്ങനെ ഇടും. ഇതിന് തോന്നുന്ന പോലെ അല്ലെങ്കിൽ ഇതിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒന്ന് ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. കാരണം ഈ രണ്ടാണി അവൻ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇങ്ങനെ കുഴിച്ചു വെച്ചിരിക്കുക. അതിവിടെ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ മനസ്സിലാക്കാൻ വെച്ചാ അല്ല, വള്ളിയുണ്ട്. ഈ ഭാഗം രണ്ട് തടിയാ പണ്ട്. ആ, ഈ തടി കൂർപ്പിച്ചിട്ട് നീളത്തിലിരിക്കുന്ന തടിക്ക് അകത്തൂടെ എന്ത് ചെയ്തിരിക്കുക? അടിച്ചു കയറ്റി വെച്ചിരിക്കുക. ആ ആണിക്ക് അനങ്ങാതിരിക്കാൻ വേണ്ടി ഒരാപ്പൂടെ വെച്ചത് എന്ത് ചെയ്തിരിക്കുക? ഉറപ്പിച്ചിരിക്കുക. ഇനി നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നോക്കിയാൽ മതി. ഇതെന്തിനാ വെച്ചതെന്ന് ചോദിച്ചാൽ, കാളയ്ക്ക് ഇഷ്ടമുള്ളിടത്തോട്ടൊന്ന് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് ചെയ്യത്തില്ല, ഈ തല എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളും ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇത് വേറെ ആർക്കും ഇതിൽ ആരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, രക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ഊരാത്തിടത്തോളം കാലം ഇവന്റെ തല പൊങ്ങത്തില്ല. മനസ്സിലായോ? ഈ തല പൊങ്ങാൻ ഈ യോക്ക് വെച്ചവൻ എന്ത് ചെയ്യത്തില്ല, അനുവദിക്കത്തില്ല. ശ്രദ്ധിക്കണം ദൈവമക്കളെ, പാപത്തിന്റെ ഭാരം നമ്മുടെ പുറത്ത് വെച്ച് അശുദ്ധി നമ്മളിൽ കൊണ്ടുവന്ന് വേണ്ടാത്തതെല്ലാം നമ്മളിൽ കൊണ്ടുവന്ന് തല പൊങ്ങാൻ പറ്റാത്ത പോലെ ഇരുന്നപ്പോൾ കർത്താവ് വന്നിട്ട് എന്ത് ചെയ്തു? ആ നുകമെടുത്ത് അങ്ങ് എന്ത് ചെയ്തു? മാറ്റി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആരായിട്ട് മാറിയത്? സ്വതന്ത്രരായിട്ട് മാറി. മനസ്സിലായോ? സ്വതന്ത്രരായിട്ട് മാറി കഴിഞ്ഞപ്പോ കർത്താവ് പറയും, പരിശുദ്ധാത്മാവിനെ പൗലോസ് പറയുകയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി. നുകമെടുത്തു. ഇനി എങ്ങോട്ട് വേണേലും നമുക്ക് തല എന്ത് ചെയ്യാം? തിരിക്കാം, അല്ലേ? എന്നിട്ട് അടുത്തതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആകയാൽ എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, ക്രിസ്തു നിങ്ങളെ എന്ത് ചെയ്തു? നമ്മുടെ ബൈബിളിൽ ഈ ആകയാൽ, എന്നാൽ, അതിനുശേഷം ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. ഇതിന് ഭയങ്കര അർത്ഥമുണ്ട്. ഞാനിവിടെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പറയുക ആകയാൽ, അതിൽ ഉറച്ചു നിൽപ്പേൻ. ഏതിൽ ഉറച്ചു നിൽപ്പേൻ? ക്രിസ്തു നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പേൻ. അടുത്തത് ശ്രദ്ധിച്ചോണം. അടിമനുഖത്തിൽ പിന്നെയും നിങ്ങൾ കുടുങ്ങി പോകരുത്. നോക്കിയേ, അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അടിമനുഖത്തിൽ നിങ്ങൾ കുടുങ്ങി പോകാൻ ഒത്തിരി സാഹചര്യമുണ്ട്. മനസ്സിലായോ? നമ്മൾ എവിടെയാ ജീവിക്കുന്നത്? ഈ ഭൂമിയില. ദൈവവചനം പറയുന്നു, സകല ഭൂമിയും ആരുടെ അധീനതയിൽ കിടക്കുക? പിശാചിന്റെ അധീനതയിൽ കിടക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ ദൈവം ആഗ്രഹിക്കുന്നതാണോ ഈ ഭൂമിയിലെല്ലാം നടക്കുന്നത്? ആണോ? അല്ല. ഇവിടെ സാത്താൻ ആഗ്രഹിക്കുന്ന കൂടുതൽ നടക്കുന്നത്. നമ്മളും അതിനിടയ്ക്ക് എന്ത് ചെയ്യുക? അതിനിടയ്ക്ക് നിൽക്കുക നമ്മള്. അപ്പം അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞ, കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ കൂടെ തെറ്റിച്ച് കളയുവാൻ പിശാച് എന്ത് ചെയ്യോ? ശ്രമിച്ചോണ്ടിരിക്കുക.
അപ്പൊ നമ്മൾ ഇതിനിടയ്ക്ക് നിൽക്കുമ്പം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് നമുക്ക് പോരാട്ടമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഇതിനോട് എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം. നമ്മൾ ഫൈറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും അവിടെ കുടുങ്ങിപ്പോവും. അടിമമുഖത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഇന്നും നല്ലൊരു ശതമാനം ഈ കയ്യടിയും പാട്ടും അന്യഭാഷ ഉണ്ടല്ലോ എവിടെ കിടക്കുവോ നമ്മൾ അറിയുന്നില്ല. നമ്മൾ തല കുനിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ കൈയടിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ ഈ ബൈബിളിൽ തെളിവ് തരാം. അതിന് ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് തരാം. പഴയ നിയമത്തിൽ നിന്ന് ഈ യോനയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോഴേ യോനയുടെ ദൈവം എന്നാ പറഞ്ഞു? നമുക്കെല്ലാം അറിയാവുന്ന ഒരു സ്റ്റോറിയല്ല, ബൈബിളിലെ ഒരു സംഭവ ചരിത്രമാണ് എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്ന. യോനയുടെ ദൈവം പറഞ്ഞു, യോനെ നീ പുറപ്പെട്ട് നിനവയിൽ ചെന്നിട്ട് ആ ദേശത്തോട് നീ സുവിശേഷം പറയണം, അല്ലെങ്കിൽ ആ ദേശത്തോട് ഞാൻ പറയുന്ന കാര്യം നീ എന്ത് ചെയ്യണം? പറയണം. നീ പ്രസംഗിക്കണം. മാനസാന്തരപ്പെടാൻ വേണ്ടി നീ അവരോട് എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. നോക്കിയേ, യോനയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് യോന എന്ന് പറയുന്ന ചെറിയ പ്രവാചകന്മാരിൽ ഒരുവനാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആണല്ലോ. യോന എന്നാ ചെയ്തത്? യോന എന്നാ ചെയ്തത്? അപ്പം അതേത് ആത്മാവ് വ്യാപരിച്ച് പുള്ളിയുടെ പുറത്ത്? അനുസരണക്കേടിന്റെ ആത്മാവ്. ഈ നിങ്ങൾ ചിന്തിച്ചേ, ഈ നിനവയിൽ ചെന്നിട്ട് യോന പ്രസംഗിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? ജനം മാനസാന്തരപ്പെടും, ജനം ദൈവത്തിലേക്ക് തിരിയും. കാരണം വ്യക്തമായിട്ട് യോനയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ദുർമാർഗങ്ങളും നിങ്ങളുടെ കയ്യിലെ സാഹസങ്ങളും വിട്ടു തിരിയണം. 3-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എടുത്തേ യോനയുടെ പ്രവചനം. അത് വായിച്ചേ. മനുഷ്യനും മൃഗവും തെറ്റുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താങ്കാന്റെ ദുർമാർഗവും താങ്കാന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. കേട്ടോ, വിട്ട് എന്തോ ചെയ്യണമെന്ന്. അപ്പൊ അതിനാ മാനസാന്തരം എന്ന് പറഞ്ഞു. ഏതിന്? മനസ്സ് തിരിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് മാനസാന്തരം. മക്കളെ ആ വാക്യം കേട്ടോ. Let everyone turn from his evil way and from the violence that is in his. കണ്ടോ, ഇതിന്റെ അർത്ഥം എന്നാ? ഇതിന്റെ അർത്ഥം എന്നാ എഴുതിയേക്കുന്നത്? And from the violence that is in his hands. വയലൻസ് എന്ന് പറഞ്ഞാൽ എന്നാ? എന്തോ വയലൻസ്? ബഹളം ഉണ്ടാക്കുന്നവന്മാര്, ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാര്, ഇവന്മാർ പ്രശ്നക്കാര്. മനസ്സിലായോ? ഒന്ന് ഈവിൾ വേ എന്ന് പറഞ്ഞാൽ എന്നാ? കയ്യിലിരിപ്പ് ഏതാ? ദുർനടപ്പം, പിശാചിന്റെ വഴിയാ കയ്യിലിരിക്കുന്നത്. 2, യോമാര് വേണ്ടുന്നതിന് വേണ്ടാത്തതിന് എല്ലാം എന്തോ ഉണ്ടാക്കുന്നവന്മാരാ, ബഹളം ഉണ്ടാക്കുന്നവന്മാര്. നോക്കിക്കേ, ഈ പിന്നെ ദൈവം അറിയിച്ചതല്ല, അല്ലെങ്കിൽ യോന ചെന്നിട്ട് പ്രസംഗിച്ചല്ല, അതെന്തോ മാനസാന്തരം. നമ്മളോട് വായിച്ചില്ലേ 3-ാം അധ്യായം? ഓരോരുത്തൻ താന്റെ ദുർമാർഗവും കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയണം. അപ്പൊ നോക്കിക്കേ, ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല?
ഇങ്ങോട്ട് നോക്കി. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കില് ഈ സദൃശവാക്യത്തിൽ നമ്മളൊരു വാക്യം പറയുന്നത് 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പ്, 7 കാര്യം അവന് അറപ്പാണ്. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്തൊക്കെയാണെന്ന് അറിയാമോ? 6-16 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവൻ അറപ്പാകുന്നു. അപ്പൊ നോക്കിയാൽ യഹോവയ്ക്ക് വെറുപ്പും അറപ്പും ഉള്ള കാര്യമുണ്ട്. വായില്ലേ? 1 ആ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും അടുത്തത് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ആ ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ആ പറയുന്ന കള്ളസാക്ഷിയും ആ സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. കണ്ടോ? എന്താ മനസ്സിലായി? നിങ്ങൾ കണ്ടോ മക്കളെ വചനം? ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6-ന്റെ 16. 6 കാര്യം യഹോവ വെറുക്കുന്നു. നോക്കിയേ, there are 6 things which യഹോവ hate. അടുത്തത് 7 which are an abomination unto him. എന്ന് പറഞ്ഞാൽ എന്നാ? എന്താ പറയാ abomination എന്ന് പറഞ്ഞാൽ? എന്റെ അർത്ഥം abomination എന്ന് പറഞ്ഞാൽ എന്താ പൈസ പറയും? എന്റെ അർത്ഥം എന്തോ ജസ്റ്റിനെ? എന്റെ അർത്ഥം തന്നെ ഇതിന്റെ ഏറ്റവും വെറുപ്പുള്ള. കണ്ടോ? 6 വെറുപ്പ്, 7 കാര്യം അറപ്പ്. അതല്ലേ? ഇനി അടുത്ത വാക്കിട്ട് മക്കളെ. 1 ഗർവമുള്ള. ഇംഗ്ലീഷ് നിങ്ങൾ കുഞ്ഞുങ്ങളല്ല, ഇംഗ്ലീഷ് നിങ്ങൾ നോക്കണം. മലയാളം അറിയാൻ വയ്യാത്ത സഹോദരങ്ങളെല്ലാം നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ച് നോക്കണം. ഇംഗ്ലീഷിലായിരിക്കും അത് കുറച്ചുകൂടെ നല്ല അർത്ഥം വരുന്നത്. 1 ഗർവമുള്ള കണ്ണ്. 2 നിങ്ങൾക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നൊന്നുമില്ല, വ്യാജമുള്ള നാവ്. 3 കുറ്റമില്ലാത്ത രക്തം ചൊരിയ. എന്ന് പറഞ്ഞാൽ എന്നാ? നമ്മള് രക്തം ചൊരിയണേ കൊല്ലണം. കുറ്റമില്ലാത്തവനെ നമ്മൾ ആരും കൊല്ലുമോ? കൊല്ലുവേണ്ടി നമ്മൾ കൊല്ലുമോ? ആരും ഗർഭം കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ് നമ്മൾ ആരും കൊല്ലും? നമ്മളെന്നും കൊല്ലുന്ന പുള്ളികളാ. എന്തറിയോ? ഇല്ലാത്തതെല്ലാം പറഞ്ഞ് അവനെ എന്ത് ചെയ്യും? നമുക്ക് ഒത്ത നമ്മൾ ശവസംസ്കാരം വരെ എന്ത് ചെയ്യും? നടത്തുന്ന പുള്ളികളാണ്. അവരുടെ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കയ്യ്. ഇനി ഇതിനോടൊരു കാര്യം പറയാം. ഇത് പറഞ്ഞുകൊണ്ട് വരുന്നവർ നമ്മുടെ ചെവിയിൽ എന്ത് ചെയ്യരുത്? കൊടുക്കരുത്. കാരണം എന്താണെന്നറിയോ? ഈ നമ്മൾ അതിന് കൊടുത്താല്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ നമുക്ക് ഈ ഫേസ്ബുക്ക് ഉള്ളവരാ ഇതിനകത്ത് ഈ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, പറഞ്ഞു പോകുന്നുണ്ട്. ഈ ആവശ്യമില്ലാത്ത ഫോട്ടോകളും ആവശ്യമില്ലാത്തതൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്തായാലും കൂട്ടുകാരനല്ലേ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യരുത്? ലൈക്ക് അടിക്കരുത്. ലൈക്ക് അടിച്ചാൽ അതിന്റെ അർത്ഥമല്ല ഞാനിത് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, എനിക്കും ഇഷ്ടപ്പെട്ടു. ദൈവമക്കളെ, നമ്മൾ അതിന് പങ്കാളിയാകുക. നമ്മൾ അതിനെ ലൈക്ക് അടിച്ചാൽ ഓർത്തോണം, നിങ്ങൾ അതിന് പങ്കാളിയാ. നമ്മൾ ഈ 50 സംഘം നമ്മൾ എപ്പോഴും പറയത്തില്ലേ, കള്ളനെ കണ്ട അവന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? കൂടും. പിന്നെ വ്യഭിചാരിയെ കണ്ടാൽ അവന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പങ്കുകൂടും. നമ്മൾ ദൈവഹിതമല്ലാത്തതും ദൈവവചന വിരുദ്ധവുമായതും ഒക്കെ വരുന്നതിനൊന്നും നമ്മൾ കയറി എന്ത് ചെയ്യരുത്? അവന്റെ സ്നേഹം കുറയുന്നല്ല ഉള്ളൂ, ലൈക്ക് അടിക്കരുത്. ഇത് പറയുമ്പം പ്രായമുള്ളവര് ചിന്തിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തിക്കും.
ഇതൊക്കെ എന്നാ ഉപദേശമാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? മക്കളെ, നമ്മൾ അതിന് പങ്കാളിയായി തീരുക. ഏതിന്? അവന്റെ ദുർമാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അതിന് കയറി ലൈക്ക് അടിക്കാൻ പോകരുത്. ഓക്കെ, അവരെവിടെയെങ്കിലും പോയി ഒരു ഫോട്ടോ ഇട്ട് നമ്മൾ ലൈക്ക് അടിച്ച അതുപോലല്ല. മറ്റു പലതും നിങ്ങളത് സെൻസർ ചെയ്തോണം. പോട്ടെ, അടുത്തത് മക്കളെ, അടുത്തിട്ട് ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് ബന്ധപ്പെട്ട് ഓടുന്ന കാല്. അടുത്തത് ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്ന. നോക്കിയേ, എന്തിനും ഏതിനും വഴക്കുണ്ടാക്കുന്ന പുള്ളികൾ. ഈ പുള്ളികളെ കുറിച്ച് കർത്താവ് പറയുന്ന 6 എണ്ണം യഹോവയ്ക്ക് അല്ല വെറുപ്പ്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. 7 എണ്ണം അറപ്പ്. അപ്പൊ 7ാമത്തെ ഏതാ? ഏഴാമത്തെ ഏതാ? സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവൻ. യവനെ ദൈവത്തിൽ എന്താന്നാ പറഞ്ഞേക്കുന്നത്? അറപ്പാന്ന്. മനസ്സിലായോ? സഹോദരന്മാരുടെ ഇടയിൽ എന്ന് പറഞ്ഞ തന്നെ ചേട്ടന്റെ അനിയന്റെ ഇടയ്ക്ക് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ വേണേലും എടുത്തു. സഹോദരന്മാർ സഭയിൽ ചുമ്മാ വഴക്കുണ്ടാക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇനി അവരുടെ ഇടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്. ഞാൻ പറയട്ടെ, ദൈവമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ ദൈവമക്കളാണെന്ന് അഭിമാനിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തവരാണെങ്കിൽ അവരുടെ ഇടയിൽ വഴക്ക് ഉണ്ടാകേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? നമ്മളത് സോൾവ് ചെയ്യുന്നവരാകണം. ഞാനൊരു ഒരു ഉദാഹരണം നിങ്ങളോട് ബൈബിളിൽ നിന്ന് പറയാം. പൗലോസ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. കാലം നോക്കിയാൽ നിങ്ങളെല്ലാം ഇപ്പൊ ആരായിരിക്കണമായിരുന്നു? ഉപദേഷ്ടാക്കന്മാർ. തെസ്സലോനിക്ക ലേഖനത്തിൽ, തിമോഥെയോസ് ലേഖനത്തിലാണെന്ന് തോന്നുന്നു. കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ആരായിരിക്കണമായിരുന്നു? ഉപദേഷ്ടാക്കന്മാർ. എന്താ ഉപദേഷ്ടാവിന്റെ ജോലി? ഇപ്പൊ ഞാൻ ബേസുവാൻ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. ഉദാഹരണം, റോയിച്ചാൻ വന്നിട്ട്, സഹോദരന്മാര്, നമ്മൾ ഈ പ്രശ്നം ഇവിടെ പറഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, നമുക്ക് സൗമ്യമായിട്ട് ഇതെല്ലാം എന്ത് ചെയ്യാം, തീർക്കാവുന്നതേ കൂടി എന്ന്. മനസ്സിലായില്ലോ? ഇനി ഒരു തെളിവ് കൂടെ തരാം. പൗലോസ് ഒരാളിനോട് ചോദിച്ചു, അല്ല കർത്താവ് ഒരാളിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ ഇടയിൽ ഉപദേഷ്ടാവായി ഇരുന്നിട്ടും ഇതൊന്നും അറിയത്തില്ല. ആരോടാന്നറിയോ? നിക്കോദിമോസിനോട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മളൊക്കെ വലിയ പ്രശ്നത്തിൽ കൂടെ പോകുന്നവരാണെങ്കിലും മറ്റൊരുവന്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ നമ്മുടെ പ്രശ്നം നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ചേട്ടനോ അല്ലെ അനിയനോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ 2 സെന്റ് കൂടുതൽ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കടുംപിടുത്തം പിടിച്ചാൽ എന്തോ ചെയ്യും? കൊടുക്കണം. കാരണം നമ്മൾ കൊടുക്കുകയല്ല, നമ്മൾ ഒത്താൽ അവന്റെ 2 സെന്റോട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പിടിച്ച് മേടിക്കാൻ നിൽക്കുന്നവരാ നമ്മൾ പാടും. നമ്മളിവിടെ പരദേശികളാണ്, നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമ്മുടെ വീടൊക്കെ സ്വർഗത്തിലാണ്, ഇത് കൂടാരമാണ്. നമ്മൾ പ്രസംഗിക്കുകയും പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ട് 2 സെന്റിന് വേണ്ടി നമ്മൾ എവിടെ പോകും? കോടതി പോകും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് സൗമ്യത എല്ലാം കഴിയുമ്പോൾ അവൻ്റെ സുവിശേഷം പറയാൻ തരും. അവൻ കവളം മടൽ വെച്ച് അടിയും തരും. കവളം മടൽ എന്ന് പറഞ്ഞാൽ അറിയോ? അത് വെച്ച് അവൻ അടി തരും. എന്തിനാ അടിച്ചെന്നറിയോ? ആ, നമ്മള് പത്രത്തിൽ കൊടുക്കും, സുവിശേഷം പറയാൻ ചെന്നു, റോയിച്ചാന് സുവിശേഷ വിരോധികൾ വർദ്ധിച്ചു. ഉദാഹരണം പറയുന്നത്. ഇത് കിട്ടിയ തുടക്കം എവിടാന്നറിയോ? അവന്റെ 2 സെന്റിന് വേണ്ടി കിടന്ന് കോടതിയിൽ പോയി
അടി ഉണ്ടാക്കിയിട്ട് എല്ലാം കഴിഞ്ഞപ്പോ അവന്റെ അടുക്ക ചെല്ലുവാ സുവിശേഷം പറയാം. നമ്മുടെ ദേശം ഇവിടെ അല്ല, നമ്മുടെ സ്വർഗത്തിൽ പോകണം. അവൻ അടിച്ചില്ലെങ്കിൽ അവൻ അടി കൊടുക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഈ ഭൂമിയിൽ 2 സെന്റിന് വേണ്ടി പോട്ടെ, 5 സെന്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അടിയുണ്ടാക്കി മേടിക്കും. ഈ 2 സെന്റ് പോയെന്ന് പറഞ്ഞ് നമുക്കൊരു നഷ്ടവും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. പക്ഷേ അവിടെ നാം മൗനമായി നിന്നാൽ ഞാൻ പോയി ഇനി സുവിശേഷം അവരോട് എന്ത് ചെയ്യണ്ട, പറയണ്ട. മനസ്സിലായോ ഞാൻ പറഞ്ഞ? മനസ്സിലായോ വെച്ചാൽ ഇനി അവരോട് ഞാൻ പോയി സുവിശേഷം എന്ത് ചെയ്യണ്ട, പറയണ്ട. എടാ ഞാന് ക്രിസ്തു നിമിത്തം എന്റെ 2 സെന്റ് നീ എടുത്തോ. മനസ്സിലായോ? അവൻ മനസ്സിലാക്കും ഇവൻ യഥാർത്ഥ ദൈവപൈതലാണ്. എടാ ഇവൻ വെറുതെ അല്ല നമ്മുടെ പള്ളിയൊക്കെ വിട്ട് പോയത്, ഇവനൊരു മാറ്റമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഇതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു വാക്യം വന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, ഈ മത്തായി സുവിശേഷം 26-ാം അധ്യായം 73-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. മാത്യു ചാപ്റ്റർ 26 verse 73. മതി കണ്ടോ മക്കളെ? 73. ശ്രദ്ധിച്ചേ. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്ത് വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം. ഞങ്ങൾ എങ്ങനെ നിന്നെ തിരിച്ചറിഞ്ഞെന്നറിയോ? നിന്റെ ഉച്ചാരണവും നിന്റെ വെളിവ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഇംഗ്ലീഷ് വായിച്ചേ. A little later, those who stood by came up and said to Peter, surely you are also one of them, for your speech betrays you. കണ്ടോ? Surely you are one of them. അതിന്റെ അർത്ഥം എന്നാ? നിന്റെ സംസാര രീതി. യവന്റെ സംസാരത്തിന് എന്തുണ്ടായിരുന്നു? ഒരു മാറ്റമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ? നിങ്ങള് ഞാൻ ചോദിക്കട്ടെ, ഈ കൂടെ നിന്നവനും പത്രോസ് എല്ലാ യഹൂദന്മാരല്ലേ? അവിടെ കൂടി എല്ലാ യഹൂദന്മാരല്ലേ? ഇവരെല്ലാം യഹൂദ ഭാഷ സംസാരിക്കുന്നവരല്ലേ? പക്ഷെ പത്രോസിനെ മാത്രം പറഞ്ഞ് പിടിച്ചേച്ച് പറയുക, അവിടെ നിന്നവരെല്ലാം കൂടെ പറയുക, നീയും ഈ നസ്രായന്റെ കൂട്ടത്തിലുള്ളവനാ. സത്യം. നിന്റെ ഉച്ചാരണം നിന്നെ എന്ത് ചെയ്യുന്നു? കണ്ടോ? അപ്പൊ നസ്രായന്റെ കൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ നിന്റെ ഉച്ചാരണത്തിൽ എന്ത് വരും? പറഞ്ഞ മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിന്റെ ഉച്ചാരണത്തിന് നമുക്ക് ഉച്ചാരണത്തിന് വ്യത്യാസം വന്നിട്ടുണ്ടോ? നമ്മൾ എത്ര വർഷമായി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? 15 വർഷം, 20 വർഷം. ഇവരാകെ എത്ര വർഷം നടന്നു? 3.5 വർഷമേ നടന്നുള്ളൂ. പക്ഷെ യഹൂദന്മാർക്ക് മനസ്സിലായി യവൻ നസ്രായന്റെ കൂടെ നടന്നവനാണെന്ന്. നമ്മൾ 20 വർഷം നസ്രായന്റെ കൂടെ നടന്നു അല്ലേ? കൂടെ നടക്കുവാന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്. പക്ഷെ ഇതുവരെ നമ്മൾ അവിടെ എത്തിയിട്ടില്ല. ഞാനെന്താ പറഞ്ഞേ? ഇനി നിങ്ങൾക്ക് വീതം വെക്കുമ്പോൾ 2 സെന്റ് ഇവിടെ ആർക്കെങ്കിലും പോയെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ഉച്ചാരണത്തിൽ നിങ്ങൾ എന്ത് വരുത്തരുത്. ഇവിടെ പത്രോസിനെ നോക്കിയിട്ട് അവര് പറയുകയാണ്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം. അങ്ങനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതല്ലേ? നിന്റെ സ്പീച്ച്, നിന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം നീ ആരോടുള്ളവനാണെന്ന്.
നീ കർത്താവിന്റെ കൂടെ ഉള്ളവനാണ്. പ്രിയമക്കളെ, നമ്മൾ മനം തിരിഞ്ഞു മാനസാന്തരപ്പെട്ടു എന്ന് പറയും. ഇത് വീട്ടിൽ പറഞ്ഞാണോ ഈ പറഞ്ഞേക്കുന്നത്? അല്ല, മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള നമ്മുടെ ഇടപാടിൽ, സഹോദരന്മാരുടെ ഇടയിൽ നമ്മുടെ ഇടപാടിൽ, നമ്മുടെ സംസാരത്തിൽ എന്ത് വേണം? ഇതെല്ലാവർക്കും ഉള്ള വചനമാണ്. അല്ല, ഈ ചിലര് പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ കൊരിന്ത്യ ലേഖനം കൊരിന്ത്യർക്ക് എഴുതിയാലും നാം കോഴഞ്ചേരിക്കാർക്ക് എന്നാ കാര്യമെന്ന് ചോദിക്കുന്ന ഒരു പഴത്തിലുണ്ട്. നിങ്ങൾ ദൈവവചനം വായിച്ച കൊരിന്ത്യ ലേഖനം അല്ല ഏത് ലേഖനം പൗലോസിനെ എടുത്തു നോക്കാൻ. ഗലാത്യ സഭയ്ക്ക് നേടിയിട്ട് അതിന്റെ താഴെ എഴുതും സകല വിശുദ്ധന്മാർക്കും ഉള്ളത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പുള്ളി എഴുതി വെക്കും സകല വിശുദ്ധന്മാർക്കും ഉള്ളവർ. എന്നുവെച്ചാൽ പൗലോസിന് അന്നേ മനസ്സിലായി നമ്മളെ മലയാളികൾ എന്ത് ചെയ്യുന്നു, ഇത് കോഴഞ്ചേരിക്കാർക്കുള്ളതല്ലെന്ന് പറയുമെന്ന് അറിയാവുന്നതുകൊണ്ട് പൗലോസ് അന്നേ എഴുതി വെച്ചു ലോകമെങ്ങുമുള്ള സകല വിശുദ്ധന്മാർക്കും എന്ന് എഴുതി വെച്ചു. മനസ്സിലായോ? അപ്പൊ ഇത് സഹോദരന്മാരെന്ന് എഴുതി വെച്ചേക്കുന്നതിന്റെ കാരണം അതിന്റെ അർത്ഥം സഹോദരിമാർക്ക് ഇത് ബാധകമല്ലെന്നല്ല, എല്ലാവർക്കും ഇതെന്താണ്? ബാധകമാണ്. മനസ്സിലായോ? അപ്പൊ നോക്കിക്കേ, പൗലോസ് പത്രോസിനോട് നമുക്കറിയാം ആ ഭാഗം എന്ന് പറയുന്നത് 3 പ്രാവശ്യം പൗലോസ് തള്ളി പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിക്കുന്നുണ്ട്. 4 സുവിശേഷത്തിലും നമ്മളത് വായിക്കുന്നുണ്ട്. പക്ഷെ ഈ മത്തായി ഞാൻ ശ്രദ്ധിച്ചത് ഇന്നലെ രാത്രി ചെക്ക് ചെയ്തു. പക്ഷെ ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ നിന്റെ ഉച്ചാരണം അതെന്ത് ചെയ്യുന്നു, വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നോക്കി, പത്രോസിന്റെ സംസാരത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇവൻ നസ്രായന്റെ കൂടെ നടന്നവനാണെന്ന്. കാരണം ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? ഓടിപ്പോയി. ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. പത്രോസ് മാത്രം ദൈവം നമ്മൾ വായിക്കുന്ന അകലം വിട്ട് യേശുവിനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. കാരണം ഈ യേശുവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണണം. അതിനുവേണ്ടി പത്രോസ് എന്ത് ചെയ്തു? അകലം വിട്ട് യേശുവിനെ അനുഗമിച്ചു. പത്രോസിനോട് നേരത്തെ കർത്താവ് പറഞ്ഞു നിങ്ങളെല്ലാം എന്നെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോകും. ആടുകൾ ഇടയനെ വെട്ടും. എന്നിട്ട് ആടുകളെല്ലാം എന്ത് ചെയ്യും? ചിതറിപ്പോകും. പത്രോസ് എന്താ പറഞ്ഞെന്നറിയോ? ആര് നിന്നെ തള്ളി പറഞ്ഞാലും ആര് നിന്നെ വിട്ടുപോയാൽ വായിട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യത്തില്ല, വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞു. മറ്റൊരാരും മിണ്ടിയില്ല. ഈ പത്രോസ് മാത്രം പറഞ്ഞു ആര് നിന്നെ തള്ളി പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യത്തില്ല, തള്ളി പറയത്തില്ല, നിന്നെ വിട്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും പോകത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് എന്നാ പറഞ്ഞു? ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ എന്ത് ചെയ്യും? തള്ളി പറയുമെന്ന് പറഞ്ഞു. ഈ ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി ആർക്ക്? പത്രോസിന്. പക്ഷെ സാഹചര്യങ്ങൾ പുള്ളി ഉദ്ദേശിച്ച പോലെ അല്ല നടന്നത്. സാഹചര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? തള്ളി പറഞ്ഞു. അതിൽ 3-ാമത്തെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവര് പറഞ്ഞു സത്യം നീ അവന്റെ കൂടെ ഉള്ളവൻ തന്നെയാണ്, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ല. എന്നുവെച്ചാൽ നിന്നെ ഐഡന്റിഫൈ ചെയ്യിക്കുന്നുണ്ട്. നീ നസ്രായന്റെ കൂടെ നടന്നവരാണ്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ സംസാര രീതി കയക്കുമ്പോൾ തന്നെ ഒരവിശ്വാസിക്ക് തോന്നും യവൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഇവൻ പെന്തിക്കോസുകാരനാണ്. ചിലര് ഈ നമ്മളെന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ ചിലര് ചോദിക്കും ഇയാൾ വലിയ പെന്തിക്കോസുകാരനൊന്നും കളിക്കേണ്ടതെന്ന്. അതിന്റെ അർത്ഥം തന്നെ കാരണം പെന്തിക്കോസുകാർക്ക് പൊതുവെ ലോകത്തിൽ ഒരു ഒരു പിന്നെ പട്ടം ചാർത്തി കെട്ടിയിട്ടുണ്ട്. നമ്മള് ബഹളം ഉണ്ടാക്കുന്നവരല്ല, നമ്മൾ മദ്യപിക്കുന്നവരല്ല, നമ്മൾ അതിര് മാന്തുന്നവരല്ല, നമ്മൾ ബഹളം ഉണ്ടാക്കാൻ പോകുന്നവരല്ല, വണ്ടി കല്ലെറിയാൻ പോകുന്നവരല്ല, നമ്മൾ സമരം ഉണ്ടാക്കാൻ പോകുന്നവരല്ല, പിന്നെ മാന്യമായിട്ട് ജീവിക്കുന്നവരാണെന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മള്
ഷാപ്പിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പെന്തിക്കോസാരൻ നിന്നാൽ കത്തോലിക്കനെതിരെ വന്നിട്ട് പറയും നീ എന്താടാ ഈ ഷാപ്പിന്റെ ഫ്രണ്ടിൽ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതിന്റെ അർത്ഥം എന്നാ? അതിന്റെ അർത്ഥം എന്നാ? അവനറിയാം ഞാൻ ഷാപ്പിൽ കയറിയാൽ അവൻ എവിടെ പോകത്തില്ല. ഒരു പെന്തിക്കോസുകാരൻ കടയുടെ മറവിൽ നിന്നൊരു ബീഡി കുറ്റി വലിച്ചാൽ കാണുന്ന പറയടാ നീ പെന്തിക്കോസുകാരനല്ലേ, നീ എന്തിനാടാ ഇത് വലിച്ചതെന്ന് ചോദിക്കും. അതിന്റെ അർത്ഥം എന്നാ? അവനറിയാം നമ്മൾ എന്ത് ചെയ്യത്തില്ല, ബീഡി വലിക്കത്തില്ല. അവനറിയാം, പക്ഷെ നമുക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഇല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? അല്ല ഇപ്പോഴും നമ്മളെ പറയത്തില്ല. ഇപ്പൊ നമ്മളെ മുമ്പിൽ നിൽക്കുന്ന കാണാം. അല്ല ഇപ്പൊ ഈ വെച്ച വാക്യം വെച്ച് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ വായിച്ച വാക്യം വെച്ച് തന്നെ ഇപ്പൊ നമുക്ക് പറയാം. ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നോക്കിയേ, നമുക്കൊരു മാറ്റം നമ്മൾ പഠിച്ചു വന്നു. യോനയുടെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ഓരോരുത്തൻ താന്റെ ദുർമാർഗവും പിന്നെ വിട്ട് പിന്നെന്ത് വിടണമെന്നാ പറഞ്ഞേ? വയലൻസ്, സാഹസം. കണ്ടോ? ഓരോരുത്തരുടെ കൈകളിലുള്ള സാഹസവും വിട്ട് മനം തിരികെ. അപ്പൊ ഇതൊന്നും നമ്മൾ ഇതുവരെ വിടാത്ത കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പോകും. നമ്മളും അവരുമായിട്ട് എന്തില്ല, ഒരു വ്യത്യാസവും ഇല്ല. നമുക്ക് ഒരു വാക്യം എനിക്ക് തോന്നുന്നത് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17 തൊട്ട് പ്രവൃത്തിയോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരസംഘ, ക്രോധം, ശാഠ്യം, യുദ്ധവർഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂട്ടം മുതലായവ എന്നിവ ഒഴിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഈ വായ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. മതി. നോക്കിയേ, ഇവിടെ ഗലാത്യർ, ഞാൻ ഈ വാക്യമല്ല വേറൊരു വാക്യമായിരുന്നു ഞാൻ എടുത്തത്, എങ്കിലും പോട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അപ്പം നമ്മൾ ഈ ജഡത്തിലാണ് വസിക്കുന്നത്. അപ്പം ഈ രണ്ട് ഫൈറ്റിംഗ് എവിടെ നടക്കുന്നത്? എന്താ? ഒന്ന് ജഡം, ഒന്ന് ആത്മാവ്. ശ്രദ്ധിക്കണം നിങ്ങളത്. അവിടെ പറയുന്നു ജഡാഭിലാഷം വായിച്ചത് ജഡാഭിലാഷം രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ? വിരോധമാണ്. കുഴപ്പമില്ല, ഇട്ടിരുന്നോളൂ, സാരമില്ല. ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും എന്താ? വിരോധമാണ്. നോക്കിയേ, നമ്മൾ ഈ ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് ഈ ജഡം എപ്പോഴും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ജഡത്തിനുള്ളത് ചിന്തിക്കാൻ, ജഡത്തിനുള്ളത് പ്രവർത്തിക്കാൻ, ജഡത്തിന് സന്തോഷം വരുന്നതെല്ലാം എന്ത് ചെയ്യണം? ചെയ്യാൻ. ഈ ജഡം എന്ത് ചെയ്തുകൊണ്ടിരിക്കും നമ്മളെ? നിങ്ങളെ ശ്രദ്ധിച്ചോണം. നിങ്ങളെ ഈ ജഡം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ പിന്നെ ജഡത്തിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ ജഡം നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സന്തോഷം വരുമ്പോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ല ഫേസ്ബുക്ക്, ഞാൻ അവിടെ ഇരുന്ന് ഈ പറഞ്ഞ ബൈബിൾ വായിക്കാനായിട്ട് മൊബൈൽ തുറക്കുന്നുണ്ട്. ആദ്യം ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും. അതിലൊരു ഞെക്കുമ്പോ നല്ല രസമുള്ള ഒരെണ്ണം വന്നു. അതിലൊരു ഞെക്കിയപ്പോ കൊണ്ട് കണ്ടിന്യൂ എന്ത് ചെയ്യുക? ഒരെണ്ണം കണ്ടു,
നോക്കിയപ്പോ അടുത്തോടെ വെച്ച് കണ്ടെത്തി നിർത്തിയേക്കാം. അടുത്ത കേൾക്കുമ്പോ അതിനേക്കാൾ രസമുള്ളതാ വന്നത്, ഇൻട്രസ്റ്റ് ഉള്ളതാ വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും? ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. മക്കളെ ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കും. ചെയ്ത് സമയം നോക്കുമ്പോ മണി 5 മണിയായി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉദാഹരണം പറയുന്നത് കേട്ടോ, ഡ്യൂട്ടിക്കിടയിലത്തെ കാര്യം ഞാൻ ഉദാഹരണമായിട്ട് പറയുക. ഇങ്ങനെ സമയം പോകുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അപ്പൊ ഇത് ജഡത്തിന് ആഗ്രഹമുള്ളതാ. അപ്പൊ ജഡം പറയുക അടുത്ത നോക്ക്. അടുത്ത നോക്കുമ്പോ പൂച്ച പലതും കാണിക്കുന്ന കണ്ടു, അതിനടുത്ത് പട്ടി പലതും കാണിക്കുന്ന കണ്ടു, അല്ലേ? ഇങ്ങനെ കണ്ട് സമയം നമ്മൾ എന്ത് ചെയ്യും? വേസ്റ്റ് ആക്കി. അപ്പൊ ജഡം പറയുക ഇത് കാണാം. അപ്പൊ ഇതിനിടയ്ക്ക് ആത്മാവ് നമ്മളോട് പറയുക നീ വചനം വായിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടോ? വചനം നീ വായിക്ക്. പക്ഷേ ജഡം കേറി ഇതിനെ മൂടി നിൽക്കുന്നതുകൊണ്ട് ജഡം പറയുക നീ ഇത് കാണ്, ഇത് പിന്നെ നീ എന്ത് ചെയ്യത്തില്ല, ഇത് നീ നോക്കിയാൽ പിന്നെ നീ കാണാന്ന് വിചാരിച്ച ഇത് വരത്തില്ല. ബൈബിൾ പിന്നെ എന്ത് ചെയ്യും? അതിനകത്തുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്തോ? ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ജഡത്തിനുള്ളത് ജഡാഭിലാഷം ആത്മാവിനുള്ളത് ജഡത്തിനും എന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? വിരോധമാ. ഇവര് തമ്മിൽ ഫൈറ്റാ. ജഡം നമ്മളെ ഇവിടെ പിടിച്ച് ഇങ്ങനെ നിർത്തുക. നീ ഇത് കാണ്. പക്ഷെ ആത്മാവ് പറയാ നീ വചനം വായിക്ക്, വചനം ധ്യാനിക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ആത്മാവ് പറയുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് പറയാറുണ്ടോ ഇങ്ങനെ? നിങ്ങളോട് സംസാരിക്കാറുണ്ടോ ഇങ്ങനെ? സംസാരിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം, ജഡം കേറി എന്ത് ചെയ്തു? നിങ്ങളെ തോൽപ്പിച്ചു. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, കയ്യിനോട് ദൈവം പറഞ്ഞു, കയ്യിനെ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു. അടുത്തെന്താ? അതിന്റെ ആഗ്രഹം നിന്നോടാ. അടുത്തന്നെ നീയോ അതിനെ ജയിക്കണം, നീ അതിനെ കീഴടക്കണം. കണ്ടോ? കയ്യിൽ എന്ത് ചെയ്തു? കീഴടക്കി ഇല്ലേ? കൈ നേരെ വയലിലോട്ട് അനിയനെ വിളിച്ചോണ്ട് പോയി, നമുക്ക് വയലിലോട്ട് വാങ്ങിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടെ വെച്ച് അനിയനോട് കയർത്തു, അവനെ അടിച്ചു. നോക്കിക്കേ, ആദ്യമേ പറഞ്ഞു കൊടുത്തു, പാപം നിന്റെ വാതിൽക്ക കിടപ്പുണ്ട്, അതിന്റെ ആഗ്രഹം നിന്നോടാ, നീയോ അതിനെ എന്ത് ചെയ്യണം? ജയിക്കണം, നീ അതിനെ കീഴടക്കണം. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഈ ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ ആലോചന ജഡത്തിനും എന്താണ്? വിരോധമാ. ഈ ജഡം പറയുക നീ സിനിമ കണ്ടോ, ഒരു പ്രശ്നവും ഇല്ല, കണ്ടോ. ഇത് പിന്നെന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. നീ കണ്ടോ, നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങി മൊബൈൽ കയ്യിൽ നിന്ന് താഴെ പോയാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആ സമയത്ത് ഒരു അധ്യായം ബൈബിൾ എടുത്ത് വായിക്കും. ആ സമയത്ത് ഒരു ഭാഗം പോട്ടെ, ഒരു മെസ്സേജ് ബൈബിൾ ഒരു യൂട്യൂബിൽ കയറി കാണുമോ? നമ്മള് അങ്ങോട്ട് നമ്മൾ പോകത്തില്ല. നമ്മൾ ഉറങ്ങി വീണാൽ പിന്നെ മൊബൈൽ എടുത്തിട്ട് കണ്ണൊക്കെ തിരുമിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നോക്കും. നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ വായിച്ചത് 17-ാം വാക്യം, ജഡാഭിലാഷം ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും വിരോധമായിരിക്കുന്നു. ദൈവമക്കളെ, ഇത് നമ്മളോട് പറയുന്ന, ഇത് ജാതികളോട് പറയുന്നൊന്നുമല്ല. ഇത് പിന്നെ ഗലാത്യ സഭയോട് പറയുക. ഞാനിവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഏത് പ്രശ്നവും ഇന്ന് മാറ്റാൻ പോകുകയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇവിടുന്ന് സന്തോഷിപ്പിച്ചു വിടാം. പക്ഷെ നിങ്ങളുടെ ജഡം എന്ത് ചെയ്യത്തില്ല. ആത്മാവിന്റെ അഭിലാഷം നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്,
ഞങ്ങളിവിടെ ഞാൻ പ്രായമുള്ളവരുടെ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാം ഈ ഡിപ്രഷനും ഈ മെന്റൽ ഇതുമായിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ എല്ലാം ബൈബിളുമായിട്ട് വന്നിരുന്നു. ബൈബിൾ വായനയാണ്. മനസ്സിലായോ? എല്ലാവരും പ്രായമുള്ള എല്ലാവരും ഇരുന്ന് ബൈബിൾ വായനയാണ്. അല്ല, ബൈബിൾ വായിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ സ്റ്റുവർട്ട് എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ വലിയ ബൈബിളാണ്. പ്രസംഗമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വലിയ ബൈബിള് എടുത്തു വെച്ച് വായിച്ചിട്ട് പോയിന്റുകളൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ച പുള്ളി എന്നോട് പറയുക, എനിക്ക് എപ്പോഴും എന്റെ ചെവിയിൽ ഈവിൾ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. വായിക്കുന്നത് എന്തുവാ? എന്നിട്ട് എന്നോട് കഴിഞ്ഞ ദിവസം ചേട്ടൻ ചോദിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ പാസ്റ്ററാണ്. അപ്പൊ എന്നോട് പുള്ളി കഴിഞ്ഞ ദിവസം ചോദിക്കുക, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈവിളായിട്ട് തോന്നുന്നു, നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് എങ്ങനെയും ആ മുറിയിൽ നിന്ന് വെളിയിൽ വന്നാൽ മതി. നോക്കി കാരണം എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ നേരമില്ല. എനിക്ക് എന്റെ പണി തീർത്തിട്ട് വേണം എനിക്ക് വന്നിരുന്ന് ബൈബിൾ വായിക്കാം. ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, ഇവര് ബൈബിൾ വായിക്കുകയും ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നു, പക്ഷെ കിടക്കുന്നത് എവിടെ? മെന്റൽ ഹോസ്പിറ്റലിൽ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവർക്ക് ജഡത്തെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ജയിക്കാൻ പറ്റിയിട്ടില്ല. ഇവര് സകല കുണ്ണാവണ്ടിക്കും പോവും, സകല ഇടപാടുകൾക്കും പോവും, പള്ളിയിലും പോവും. ഇവിടെ എന്നാ പറഞ്ഞേക്കുന്നേ? ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും എന്താ? വിരോധമാ എന്ന് പറഞ്ഞത് രണ്ടൂടെ നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന്. ഇത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നീ ദൈവവൈതലല്ലെന്ന് മനസ്സിലായോ? ഇത് രണ്ടൂടെ ചേർത്ത് കുഴച്ച് മറിച്ചാ കൊണ്ടുപോകുന്നെങ്കിൽ നിന്നെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനത്തെ സഭയായ ലവോദിക്ക സഭയോട് പറഞ്ഞ, നീ ചൂടുമല്ല തണുപ്പുമല്ല, ഒരുമാതിരി കുഴഞ്ഞു പറഞ്ഞ അനുഭവത്തിൽ കിടക്കുക. നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? തുപ്പിക്കളയും. മനസ്സിലായോ? ലവോദിക്ക സഭയോട് പറഞ്ഞതാ. ലവോദിക്ക സഭ പറഞ്ഞു, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും എന്തില്ല, ഒരു കുറവുമില്ല എനിക്ക്. നമ്മളങ്ങനല്ലേ പറഞ്ഞിട്ട് ഇന്നത്തെ സഭയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? കോടികൾ ബാങ്ക് ബാലൻസ് അല്ലേ സഭ കിടക്കുന്നത്. കേരളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില സഭയ്ക്ക് കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് കിടക്കുക. പിന്നെ ചർച്ച് പണിയുന്നു, പലുതാക്കുന്നു, ഇരിക്കാൻ ആളൊന്നുമില്ല. പിന്നെ സൗണ്ട് പ്രൂഫ് ആക്കുന്നു, AC ആക്കുന്നു, AC മാറ്റുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്ക് ഒന്നിനും ഒരു മുട്ടുമില്ല. കർത്താവ് പറഞ്ഞു, നീ ശീതവാനുമല്ല, നീ ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, ഈ ചൂടുമല്ല തണുപ്പല്ലാത്ത വെള്ളത്തിൽ എന്തോ പറയുന്നത്? വാട്ടവെള്ളം. അത് കുടിക്കത്തില്ല. അത് കുടിച്ചാൽ എന്നാ സംഭവിക്കും? വയറിന് വയറളവ്. ഈ വാട്ടവെള്ളം പരുവത്തി ഇരിക്കുക. കാരണം നിന്നെ തിന്നാ പോക്കാ അവന്റെ തിന്നുന്നവന്റെ കാര്യം. അവനെ വെച്ചോണ്ടിരുന്ന ഒരു ഗുണവും ഇല്ലെന്ന്. ഇവൻ സഭയ്ക്കകത്തിരുന്ന സഭയ്ക്ക് എപ്പോഴും വയറ്റിളക്കമായിരിക്കും. ശീതോഷ്ണവാനായിരിക്കയാൽ നിന്നെ ഞാൻ എന്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നു. കേട്ടോ? ഇവിടെ പറയുക, ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധമാ. നമുക്കിപ്പോഴും ഈ പാല് കുടിക്കുന്ന പരുവത്തി ഇരിക്കുന്നുണ്ട് ഇത് മനസ്സിലാകാത്ത. നമുക്ക് ഏറ്റവും ഇഷ്ടം ലാസർ മരിച്ചു, നാറ്റം വെച്ചു, 4 ദിവസമായി, യേശു വന്നു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ പുറത്തു വന്നു. ഇന്ന് നിന്റെ മരിച്ചു കിടക്കുന്ന അവസ്ഥകളെല്ലാം കർത്താവ് ജീവിപ്പിക്കാൻ പോവാ. നിനക്ക് മരിച്ചു കിടക്കുന്ന എല്ലാ ഭൗതികവും കർത്താവ് ഇന്ന് എന്ത് ചെയ്യാൻ പോവാ? ജീവിപ്പിക്കാൻ പോവാ. ഇത് പറയുമ്പോ നമ്മളൊന്ന്
ഒന്ന് ഓണം നോക്കിയിട്ട് കണ്ടോ, നമ്മുടെ മരിച്ചു കിടക്കുന്ന എല്ലാം എന്ത് ചെയ്യാൻ പോവാ ഇപ്പൊ? നമുക്ക് ഈ പാല് മാത്രം മതി. നമ്മൾ ഈ പാല് മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കാലം നോക്കിയാൽ ആരായിരുന്നു? ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന പുള്ളികളാ. പക്ഷേ നിങ്ങൾക്ക് എന്തേ പറ്റത്തുള്ളൂ ഇപ്പോഴും? പാല് മാത്രം. കട്ടിയുള്ള എന്തെങ്കിലും തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? വയറ്റിളക്കം പിടിക്കും, ഒന്നീ ഛർദ്ദിക്കും. മനസ്സിലായോ? നമ്മൾ ആ പരുവത്തിക്ക് ഞാൻ വാക്കുകൾ നിർത്താൻ പോകുന്നു. തിരുമേശയുടെ ശുശ്രൂഷ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചേ. ഇവിടെ പൗലോസിനോട് പറഞ്ഞത്, നിന്റെ ഉച്ചാരണം നീ നസ്രായന്റെ കൂടുള്ളവനാണെന്ന് നിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തെളിവാക്കുന്നു. യോന ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചു. പ്രസംഗം കേട്ട് ജനം എന്ത് ചെയ്തു? മനം തിരിച്ചു. അവിടെ പറയുന്നു, ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും കൈക്കലുള്ള സാഹസവും വിട്ടൊഴിയണം. വിട്ടൊഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? മനം തിരിയണം. കണ്ടോ? അപ്പൊ മാനസാന്തരം എന്ന് പറഞ്ഞ ഇതാ. മനസ്സിലായോ? കർത്താവ് പറഞ്ഞ മാനസാന്തരം എന്ന് പറഞ്ഞ ഇതാ. പത്രോസ് പറഞ്ഞില്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ വന്ന് ചോദിച്ച ഉടനെ പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ടവൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം.